ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാനും ലോഗോസിനെ പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുക 2026 ലോഗോസിൻ്റെ പഠനഭാഗമായ സഭാപ്രസംഗകന്റെ 6-ാം അധ്യായത്തിൽ നിന്നുള്ള 31 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്. ഓരോ ചോദ്യത്തിൻ്റെ കൂടെയും 4 ഓപ്ഷൻസും ഉത്തരവും നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങൾ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഉത്തരങ്ങൾ മാർക്ക് ചെയ്യുകയും വീഡിയോയുടെ അവസാനം നിങ്ങളുടെ പേരും എത്ര മാർക്ക് കിട്ടിയെന്നും കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. ഈ ഒരു വീഡിയോയുടെ കൂടെ സഭാപ്രസംഗകന്റെ അധ്യായത്തിൽ നിന്നുള്ള പാഠഭാഗങ്ങൾ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ള പാഠഭാഗങ്ങൾ പഠിച്ചു തുടങ്ങുന്നതായിരിക്കും. ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും വാങ്ങുന്ന തരത്തിൽ പഠിച്ചൊരുങ്ങുവാനായിട്ട് 100 മാതൃകാ പരീക്ഷകളുടെ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ഈ ചാനലിൽ നടത്തുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഗൂഗിൾ പേ ചെയ്ത സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷ എഴുതുവാനുള്ള ഗൂഗിൾ ഫോം ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും ഇതേ നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഇതിനോടകം കഴിഞ്ഞു പോയ മോക്ക് ടെസ്റ്റുകളുടെ ലിങ്കുകളും ഷെയർ ചെയ്യുന്നതായിരിക്കും. 1. സഭാപ്രസംഗകൻ 6-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഓപ്ഷൻസ്: എ 10 വാക്യങ്ങൾ, ബി 11 വാക്യങ്ങൾ, സി 12 വാക്യങ്ങൾ, ഡി 13 വാക്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി 12 വാക്യങ്ങൾ. 2. സൂര്യന് കീഴെ ആർക്ക് ദുർവഹമായ ഒരു തിന്മയാണ് സഭാപ്രസംഗകൻ കണ്ടത്? ഓപ്ഷൻസ്: എ രാജാക്കന്മാർക്ക്, ബി ദൈവത്തിന്, സി ദരിദ്രർക്ക്, ഡി മനുഷ്യർക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി മനുഷ്യർക്ക്. 13. എന്തിനു കീഴെയാണ് മനുഷ്യർക്ക് ദുർവഹമായ ഒരു തിന്മ സഭാപ്രസംഗകൻ കണ്ടത്? ഓപ്ഷൻസ്: എ സൂര്യന് കീഴെ, ബി ആകാശത്തിന് കീഴെ, സി ഭൂമിക്ക് കീഴെ, ഡി സമുദ്രത്തിന് കീഴെ. ഉത്തരം ഓപ്ഷൻ എ സൂര്യന് കീഴെ. 4. സൂര്യന് കീഴെ മനുഷ്യർക്ക് എന്തായുള്ള ഒരു തിന്മയാണ് സഭാപ്രസംഗകൻ കണ്ടത്? ഓപ്ഷൻസ്: എ ചെറിയ, ബി നല്ല, സി ലഘുവായ, ഡി ദുർവഹമായ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ദുർവഹമായ. 5. ഒരുവന് എന്തിന് കുറവ് വരാത്ത വിധമാണ് ദൈവം അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നത്? ഓപ്ഷൻസ്: എ ഭക്ഷണത്തിൽ, ബി വസ്ത്രത്തിൽ, സി ആഗ്രഹിക്കുന്നതിൽ, ഡി ആരോഗ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആഗ്രഹിക്കുന്നതിൽ. 6. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ആരാണ് അവന് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും നൽകുന്നത്? ഓപ്ഷൻസ്: എ മനുഷ്യൻ, ബി ദൈവം, സി രാജാവ്, ഡി സുഹൃത്തുക്കൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ദൈവം. 7. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് എന്തൊക്കെയാണ് നൽകുന്നത്? ഓപ്ഷൻസ്: എ ഭൂമിയും വീടും, ബി ഭക്ഷണവും വസ്ത്രവും, സി ജ്ഞാനവും ബുദ്ധിയും, ഡി സമ്പത്തും ഐശ്വര്യവും. ശരിയായ ഉത്തരം
ഓപ്ഷൻ ഡി ആണ് സമ്പത്തും ഐശ്വര്യവും കീർത്തിയും. 8 പൂരിപ്പിക്കുക. എങ്കിലും അവിടുന്ന് അവന് അവ അനുഭവിക്കാനുള്ള ഡാഷ് നൽകുന്നില്ല. ഓപ്ഷൻസ്: എ അവസരം, ബി കഴിവ്, സി സമയം, ഡി ഇച്ഛ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് കഴിവ്. 9 ദൈവം ഒരുവന് നൽകുന്ന സമ്പത്തും ഐശ്വര്യവും കീർത്തിയും അനുഭവിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ സുഹൃത്ത്, ബി ബന്ധു, സി അന്യൻ, ഡി സഹോദരൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അന്യൻ. 10 ദൈവം ഒരുവന് നൽകിയ സമ്പത്തും ഐശ്വര്യവും കീർത്തിയും അന്യൻ അനുഭവിക്കുന്നത് എന്തായിട്ടാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ അനുഗ്രഹം, ബി സന്തോഷം, ബി ഭാഗ്യം, സി ഭാഗ്യം, ഡി മിഥ്യയും തീവ്രവേദനയും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് മിഥ്യയും തീവ്രവേദനയും. 11 എത്ര മക്കളോട് കൂടെയാണ് ഒരുവൻ ദീർഘായുഷ്മാൻ ആയിരിക്കുക? ഓപ്ഷൻസ്: എ 50 മക്കളോട് കൂടെ, ബി 70 മക്കളോട് കൂടെ, സി 100 മക്കളോട് കൂടെ, ഡി 20 മക്കളോട് കൂടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് 100 മക്കളോട് കൂടെ. 12 ഒരുവൻ ദീർഘായുഷ്മാൻ ആയിരുന്നാലും അവന് ജീവിത സുഖങ്ങൾ ആസ്വദിക്കാനോ സംസ്കാരം പോലും ലഭിക്കാനും ഇടവരുന്നില്ലെങ്കിൽ അതിനേക്കാൾ ഭേദം എന്താണ്? ഓപ്ഷൻസ്: എ ദരിദ്രനായി ജീവിക്കുന്നത്, ബി രോഗിയായിരിക്കുക, സി യാത്ര പോവുക, ഡി ചാപിള്ളയായി പിറക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ചാപിള്ളയായി പിറക്കുന്നത്. 13 മിഥ്യയിൽ ജനിച്ച് എന്തിലേക്കാണ് അത് പോകുക? ഓപ്ഷൻസ്: എ വെളിച്ചത്തിലേക്ക്, ബി ആകാശത്തിലേക്ക്, സി അന്ധകാരത്തിലേക്ക്, ഡി സമാധാനത്തിലേക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അന്ധകാരത്തിലേക്ക്. 14 എന്തിൽ ജനിച്ചതാണ് അന്ധകാരത്തിലേക്ക് പോകുന്നത്? ഓപ്ഷൻസ്: എ സത്യത്തിൽ, ബി മിഥ്യയിൽ, സി വെളിച്ചത്തിൽ, ഡി സന്തോഷത്തിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് മിഥ്യയിൽ. 15 മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്ന അതിന്റെ എന്താണ് അവിടെ തിരോഭവിക്കുന്നത്? ഓപ്ഷൻസ്: എ ശരീരം, ബി ആത്മാവ്, സി പേര്, ഡി നാമം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് നാമം. 16 മിഥ്യയിൽ ജനിച്ച് അന്ധകാരത്തിലേക്ക് പോകുന്ന അതിന്റെ നാമത്തിന് എന്ത് സംഭവിക്കുന്നു? ഓപ്ഷൻസ്: എ നിലനിൽക്കുന്നു, ബി തിരോഭവിക്കുന്നു, സി ഉയരുന്നു, ഡി പ്രകാശിക്കുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് തിരോഭവിക്കുന്നു. 17 തിരോഭവിച്ചു പോകുന്ന അത് എന്ത് കാണുകയോ എന്തെങ്കിലും അറിയുകയോ ചെയ്തിട്ടില്ല എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ വെളിച്ചം, ബി അന്ധകാരം, സി ലോകം, ഡി സത്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് വെളിച്ചം. 18 എങ്കിലും അത് മുൻ പറയപ്പെട്ടവനെ പോലെയല്ല,
അതിന് എന്തുണ്ട് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ ദുഃഖം, ബി സമ്പത്ത്, സി സ്വസ്ഥത, ഡി ബുദ്ധി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്വസ്ഥത. 19. അവൻ എത്ര വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ 2000, ബി 1000, സി 1500, ഡി 500. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, 2000. 20. അവൻ 2000 വർഷം ജീവിച്ചാലും എന്ത് അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത് എന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ സന്തോഷം, ബി സമ്പത്ത്, സി ഒരു ഭാഗ്യവും, ഡി ആരോഗ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഒരു ഭാഗ്യവും. 21. എന്തിനു വേണ്ടിയാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവനും? ഓപ്ഷൻസ്: എ സമ്പത്തിനായി, ബി ഉദരപൂരണത്തിന്, സി പ്രശസ്തിക്ക്, ഡി വിജ്ഞാനത്തിന്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉദരപൂരണത്തിന്. 22. ഉദരപൂരണത്തിനായി മനുഷ്യൻ അധ്വാനിക്കുന്നുവെങ്കിലും അവന് എന്ത് അടങ്ങുന്നില്ല? ഓപ്ഷൻസ്: എ ദാഹം, ബി ആഗ്രഹം, സി വിശപ്പ്, ഡി കോപം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വിശപ്പ്. 23. ആർക്ക് മൂഢനേക്കാൾ എന്ത് മേന്മയാണുള്ളത് എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഓപ്ഷൻസ്: എ ധനികന്, ബി ദരിദ്രന്, സി രാജാവിന്, ഡി ജ്ഞാനിക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ജ്ഞാനിക്ക്. 24. മറ്റുള്ളവർക്ക് മുമ്പിൽ എങ്ങനെ നടക്കാൻ അറിഞ്ഞതുകൊണ്ട് ദരിദ്രൻ എന്ത് നേട്ടമെന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഓപ്ഷൻസ്: എ ചമഞ്ഞു നടക്കാൻ, ബി സമ്പന്നനാകാൻ, സി ഉയരാൻ, ഡി രക്ഷപ്പെടാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ചമഞ്ഞു നടക്കാൻ. 25. എന്തുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ് സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത്? ഓപ്ഷൻസ്: എ സ്വപ്നങ്ങളാൽ, ബി ചിന്തകളാൽ, സി കൺമുമ്പിൽ ഉള്ളതുകൊണ്ട്, ഡി ആഗ്രഹങ്ങളാൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, കൺമുമ്പിൽ ഉള്ളതുകൊണ്ട്. 26. കൺമുമ്പിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത് എവിടെ അലയുന്നതിനേക്കാളാണ് നല്ലത്? ഓപ്ഷൻസ്: എ ലോകത്തിൽ, ബി സങ്കല്പങ്ങളിൽ, സി ചിന്തകളിൽ, ഡി സ്വപ്നങ്ങളിൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സങ്കല്പങ്ങളിൽ. 27. എന്തിനാണ് പേരിട്ട് കഴിഞ്ഞത്? ഓപ്ഷൻസ്: എ മനുഷ്യന്, ബി ഭൂമിക്ക്, സി ഉള്ളതിനെല്ലാം, ഡി ജീവികൾക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉള്ളതിനെല്ലാം. 28. മനുഷ്യൻ ആരാണെന്നും തന്നെക്കാൾ ശക്തനോട് എന്ത് ചെയ്യാൻ അവന് കഴിവില്ലെന്നുമാണ് വ്യക്തമായി കഴിഞ്ഞത്? ഓപ്ഷൻസ്: എ സംസാരിക്കാൻ, ബി ഓടാൻ, സി ചിന്തിക്കാൻ, ഡി മല്ലിടാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മല്ലിടാൻ. 29. വാക്കുകളുടെ പെരുപ്പം എന്തിന്റെ പെരുപ്പമാണ്? ഓപ്ഷൻസ്: എ ജ്ഞാനത്തിന്റെ, ബി സത്യത്തിന്റെ, സി മിഥ്യയുടെ, ഡി സന്തോഷത്തിന്റെ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, മിഥ്യയുടെ. 30. എന്തുപോലെ കടന്നു പോകുന്നതാണ് വ്യർത്ഥമായ ഹ്രസ്വ ജീവിതം? ഓപ്ഷൻസ്: എ കാറ്റ് പോലെ, ബി വെള്ളം പോലെ, സി നിഴൽ പോലെ, ഡി പ്രകാശം പോലെ. ഉത്തരം ഓപ്ഷൻ സി, നിഴൽ പോലെ. അവസാനത്തെ ചോദ്യം 31. എന്തിന് കീഴെ അവന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് അവനോട് പറയാൻ ആർക്ക് കഴിയുമെന്നാണ്
സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ഓപ്ഷൻസ്: എ ഭൂമിക്ക് കീഴെ, ബി ആകാശത്തിന് കീഴെ, സി സമുദ്രത്തിന് കീഴെ, ഡി സൂര്യന് കീഴെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സൂര്യന് കീഴെ.